ഹലോ, LS സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഷോപ്പിംഗ് വ്ളോഗുകളൊന്നും ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായ ഷോപ്പിങ്ങുകളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ നിന്നുകൊണ്ട് ഗ്രോസറി ആണെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്കൊരു വലിയ ഷോപ്പിങ്ങുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫർണിച്ചേഴ്സും നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലേക്കുള്ളത് വാങ്ങണം. അപ്പം ഞാനും സോനുവും കൂടെ ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ബോക്സിംഗ് ഡേ ആണ്, ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം 26-ാം തീയതി. അപ്പോൾ ബോക്സിംഗ് ഡേക്ക് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ സാധനങ്ങളും ഞങ്ങളുടെ ഫർണിച്ചേഴ്സും ഞങ്ങളുടെ വാങ്ങേണ്ട TV, അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓൾറെഡി കുറേ കടകളിൽ പോയി നോക്കി കമ്പയർ ചെയ്തിട്ട് ഞങ്ങൾ മനസ്സിലിങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി കോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബോക്സിംഗ് ഡേക്ക് ഇവിടെ കുറച്ചും കൂടെ സെയിലുകളും കാര്യങ്ങളും വരുന്നത് കൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റംസിന് ചിലപ്പം ഓഫർ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് ഞങ്ങൾ ഓഫർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് പോയിട്ട് ഞങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കുറച്ചേറെ ഷോപ്പിങ്ങുകളുണ്ട് ഇന്ന്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും പോവുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആദ്യം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഡൺലം പോകും. അപ്പോൾ ഡൺലംത്തിൽ നമ്മൾ പോയില്ല, അവിടെയും കൂടെ നമുക്കൊന്ന് പോയി കാണാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഓർഡർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി സോഫ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ ഡൺലത്തിൽ പോയിട്ട് ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വാങ്ങാനായിട്ട് അവിടെ പറ്റുന്നുള്ളതെന്ന് നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഷോപ്പാണ് ഡൺലം സെയിൻസ്ബറി ഐക്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡൺലത്തിൽ വന്ന അന്ന് ബോക്സിംഗ് ഡേയുടെ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേയും കൂടെ ആയിരുന്നു 26th. അപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരുപാട് ഓഫേഴ്സ് കണ്ടു. അതുപോലെ തന്നെ പക്ഷേങ്കിൽ ഫർണിച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നും അവിടെ കണ്ടില്ല. ഞങ്ങൾക്ക് അത്ര വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഫർണിച്ചേഴ്സൊന്നും. ഇപ്പോൾ ഡൺലത്തിൽ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഇപ്പം നമ്മുടെ ബിൻ ബാഗുകൾ, പിന്നെ ബാത്റൂമിലേക്കുള്ള ഐറ്റംസ്, മാറ്റുകൾ, പിന്നെ അത്യാവശ്യം വേണ്ട ബെഡ്ഡിങ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ബെഡ്ഡിങ്സിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫറിൽ, ഇപ്പോൾ ഹാഫ് പ്രൈസ് 50% ഓഫിലൊക്കെ കണ്ടു. അതുപോലെ ഈ പാത്രം കഴുകി വെക്കുന്ന ഐറ്റംസും അതുപോലെ ബിന്നുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഡൺലത്തിൽ പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കട ജസ്റ്റ് 10 മണിക്ക് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓടിപ്പിടിച്ച് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം നമ്മുടെ ഓക്ക് ഫർണിച്ചർ വില്ലേജ് അങ്ങനെയൊക്കെ എല്ലാം കൂടെ അടുപ്പിച്ചൊരു സ്ഥലത്തിരിക്കുകയാണ് കേട്ടോ, ഇവിടെ പൂമ്പൊഴി പാർക്കിൽ. അപ്പം അവിടെ നമ്മൾ വന്നു. ഇനിയിപ്പം നമ്മൾ ഫർണിച്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ഈ കടകളിലൊക്കെ ഒരു 3ാമത്തെ തവണയാണ് കേട്ടോ ഇപ്പം വരുന്നത് ഏകദേശം. അപ്പോൾ 1-2 തവണ ഞങ്ങൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3rd ടൈം ഞങ്ങൾ വരുന്നത്. ഈ ബെൻസൺസ് ഫോർ ബെഡ്സ്, അതുപോലെ തന്നെ ഫർണിച്ചർ വില്ലേജ്, DFS, പിന്നെ സോഫയുടെ ഒരുപാട് കടകളൊക്കെ ഈ ഒരു ഒറ്റ ലൈനിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വന്നിട്ട് എല്ലാ കടകളിലും കയറി സാധനങ്ങളൊക്കെയും കാണാനും ഫോട്ടോകളൊക്കെ എടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു 3ാമത്തെ തവണയാണ് ഞങ്ങൾ ഈ ബെൻസൺ ഫോർ ബെഡ്സിലേക്ക് വരുന്നത്. അപ്പം ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഫൈനലായിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഓർഡർ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് ടൈപ്പിൻ്റെ കട്ടിലുകളും അതായത് ബെഡ് ഫ്രെയിംസാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം മാട്രസിന് പല വിലയുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ബെഡ് ഫ്രെയിമുകൾക്ക് വളരെ ചീപ്പായിട്ട് തൊട്ടിട്ട് ഓപ്ഷൻസ് കിട്ടും. പക്ഷേങ്കിൽ മാട്രസിനാണ് കുറച്ചും കൂടെ കമ്പയർഡ് ടു ബെഡ് ഫ്രെയിം നോക്കുമ്പോഴത്തേക്കിനും വില കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ് നമുക്കിപ്പം എല്ലാ ബെഡിലും നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വാങ്ങാനായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ ഒപ്പം കാണും. അപ്പോൾ നമുക്ക് എല്ലാ ബെഡിലും കിടന്നിട്ട് ഫേം വേണോ മീഡിയം വേണോ, അപ്പോൾ അങ്ങനെ ഓപ്ഷൻസൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ഷോപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ എവിടെ പോയാലും നമുക്ക് ട്രൈ ചെയ്ത് കിടന്ന് നോക്കാൻ തന്നെ അവർ പറയും. കിടന്ന് നോക്കിയിട്ട് കംഫർട്ട് ആണോ എന്നൊക്കെ നോക്കിയിട്ട്
പറയാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബെഡുകൾ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പല വിലകളുടെ ഉണ്ട്, വളരെ ചീപ്പായിട്ടുള്ളതുണ്ട്, എന്നാൽ ചെറിയ മീഡിയം ടോപ്പ് വിലയിലൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബെഡ് മാട്രസ്, അതായത് ബെഡിൻ്റെ ഫ്രെയിം, മാട്രസ്, പിന്നെ എന്തുവാണ് പില്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നിച്ച് നമ്മൾ ബെൻസൺസ് ഫോർ ബെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു KFCയിൽ നിന്ന്. അപ്പോൾ ഇനി നമ്മൾ ഫർണിച്ചർ വില്ലേജിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ അല്ലേ നമ്മളവിടെ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളവിടെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഫർണിച്ചർ വില്ലേജിൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വേറെ സെക്ഷൻസിലേക്ക് ഒന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ഡൈനിങ് ടേബിൾ ഉള്ള സ്ഥലത്ത് മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഡൈനിങ് ടേബിളുകൾ മാത്രം ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട ഡൈനിങ് ടേബിൾ ഞങ്ങൾ ക്വിക്കായിട്ട് തന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഓർഡറും കൊടുക്കുമായിരുന്നു കേട്ടോ. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ബോക്സിംഗ് ഡേയുടെ ഓഫറായിട്ട് ഡൈനിങ് ടേബിളിലൊന്നും വലിയ ഓഫറുകളൊന്നും ഞങ്ങൾ കണ്ടില്ല ബോക്സിംഗ് ഡേ സ്പെഷ്യലായിട്ട്. അതേസമയം ബെൻസൺസ് ഫോർ ബെഡ്സിൽ 10% അഡീഷണൽ ബോക്സിംഗ് ഡേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കിടക്കുന്ന ടേബിളുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും അതുപോലെ വലിയ ഫാമിലിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ ഡൈനിങ് ടേബിൾസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഡൈനിങ് ടേബിൾസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ DFSലേക്ക് വന്നു. അപ്പോൾ DFSലും ഞങ്ങൾ സോഫകളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റിക്ലൈനർ സോഫയാണ് കേട്ടോ. അപ്പം അതിൻ്റെ സൈഡിലെ ബൈ ഡിഫോൾട്ടായിട്ട് സൈഡിലെ 2 സീറ്റുകൾ റിക്ലൈനർ ഓപ്ഷൻ ഉള്ളതാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. കംഫർട്ടൊക്കെയാണ്, സീറ്റിംഗ് ഒക്കെ നല്ല ഇതൊക്കെയായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് കോസ്റ്റ് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം കൂടിയൊരു സോഫയാണ് കേട്ടോ ഇത്. DFSൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് കടകളിൽ കയറി നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ മടുക്കും. നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ടയേർഡാകും. കാരണം വൈകുന്നേരമൊക്കെ ആവും നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കിനും. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനും ആകും ഏത് വേണം എന്നുള്ളത്. അത് വേണോ, ഇത് വേണോ, അവിടുത്തെ വേണോ, ഇവിടുത്തെ വേണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ആയി വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും. അപ്പോൾ 3rd ടൈമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടെയും ഞങ്ങൾ അതുപോലെ മടുത്തു, പിന്നെ കൺഫ്യൂഷനും ആയി. പിന്നെ DFSൽ ഒരുപാട് ക്ലിയറൻസ് സെയിലുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സോഫകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വിലക്കുറവിലൊക്കെയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള സെക്ഷൻസിലേക്കൊന്നും പോയി വിശദമായിട്ടൊന്നും നോക്കിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഡെലിവറി കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള സോഫകളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഫർണിച്ചേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ കറീസിൽ ഒന്ന് കയറി കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ കോസ്കോയിൽ പോയിട്ട് ടിവിയുടെ വിലകളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പം കറീസിൽ ഒരു ഡേ വന്നിരുന്നു. പിന്നെ ഈ ബോക്സിംഗ് ഡേക്ക് ഓഫേഴ്സ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും ഓർഡറൊന്നും കൊടുത്തൊന്നുമില്ല. ജസ്റ്റ് ഓഫേഴ്സ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. ചില ടിവികളൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് വൈകുന്നേരമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.